നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. നമ്മൾ സ്നേഹിച്ച ആളുടെ കൂടെ ജീവിക്കാൻ പറ്റുന്നത് വലിയ ഭാഗ്യ. അതിന് അവസരം കിട്ടുന്നത് ശരിക്കും ഈശ്വരാനുഗ്രഹം തന്നെയാ. ചേച്ചിയുടെ സാറിന്റെ പ്രണയവിവാഹമായിരുന്നു? അത് വലിയ കഥയാ. അത് പിന്നെ എപ്പോഴും ഞാൻ പറയാം. പറയണേ. ഇനി കുറച്ചുകൂടെ നടക്കാം. വാ. അവസരം കിട്ടുമ്പോ അതിലെ തെളിവുകൾ വെച്ച് അവള് നമ്മളെ പൂട്ടും. അതിലങ്ങനെ എന്തെങ്കിലും ഗൗരി എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം അകത്താവുന്നത് നാത്തൂനായിരിക്കും. ഗംഗ, അതൊരിക്കലും പോലീസിൽ ഏൽപ്പിക്കാൻ നമ്മൾ അനുവദിക്കരുത്. അമ്മ എന്താ ടെൻഷനിലാണോ? ടെൻഷനുണ്ട് മോനെ. നീ കരുതുന്ന പോലെ ഇതത്ര നിസ്സാര കാര്യമല്ല. സർപ്പക്കാവിൽ രാത്രി പോകുന്നത് അത്ര സേഫ് അല്ല. പക്ഷേ ഇങ്ങനൊരു കാര്യമായതുകൊണ്ട് പോകാതിരിക്കാനും പറ്റില്ല. സൂക്ഷിക്കണം. ഓരോ കാലടിയും ശ്രദ്ധിച്ചേ വെക്കാവൂ. നാഗങ്ങളെ ചവിട്ടരുത്. ഇല്ലമ്മേ, ഞാൻ ശ്രദ്ധിച്ചോളാം. അല്ല, ശ്രേയ റെഡിയായില്ല ഇതുവരെ? ഞാൻ റെഡി. ഞാൻ അവളോടൊന്ന് പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങാൻ പറഞ്ഞതാ. സർപ്പക്കാവില് നാഗേക്ഷിയുടെ സാന്നിധ്യം ഉള്ളതാ. അതിനെക്കുറിച്ച് എന്തെങ്കിലും മന്ത്രവാദിനി പറഞ്ഞിരുന്നോ? ഇല്ല, പറഞ്ഞില്ല. അവിടെ യക്ഷിയുണ്ടോ? പണ്ടങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഓ, യക്ഷിയൊന്നും വരില്ലെന്നേ. നാഗയക്ഷിയേക്കാൾ വലിയ യക്ഷിയല്ലേ എന്റെ കൂടെ വരുന്നത്. രാഹുൽ. വേണ്ട രാഹുൽ, ഒരു നല്ല കാര്യത്തിന് ഇറങ്ങുമ്പോ ഇത്രയും തമാശയൊന്നും വേണ്ട. അതെ, വെറുതെ ഓരോന്ന് പറഞ്ഞ് സമയം കളയാതെ വേഗം പോയിട്ട് വരാൻ നോക്ക്. നമുക്കിറങ്ങാം. ഇറങ്ങാം. ശരി അമ്മ. പോയിട്ട് വരാമേ. രാഹുൽ, ഇത് കുട്ടിക്കളിയല്ല, സൂക്ഷിക്കണം. ഇത് എന്റെ കയ്യിലുള്ളപ്പോ ഒന്നും പേടിക്കേണ്ട കാര്യമില്ല. ശരി, വേഗം പോയി എല്ലാം എടുത്തോണ്ട് വാ. ശരി, പോയിട്ട് വരാം. ഭഗവാനെ, ആപത്തൊന്നുമില്ലാതെ ഡയറി ഫോണൊക്കെ കിട്ടി വേഗം തിരിച്ചു വരണേ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.